നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. മരുമകളെ കഴുത്തറുത്തു കൊന്ന് ഭർത്തൃപിതാവ് ആത്മഹത്യ ചെയ്തു. വടക്കൻ പറവൂരിലാണ് സംഭവം. വടക്കുംപുറം സ്വദേശി 34 വയസ്സുള്ള ഷാനുവാണ് കൊല്ലപ്പെട്ടത്. ഷാനുവിനെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്തൃപിതാവ് സെബാസ്റ്റ്യൻ ആത്മഹത്യ ചെയ്തു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. എടപ്പാൾ മേൽപ്പാലത്തിൽ KSRTC ബസും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. സംഭവത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. പിക്കപ്പ് വാൻ ഡ്രൈവർ പാലക്കാട് സ്വദേശി രാജേന്ദ്രനാണ് മരിച്ചത്. തൃശൂർ കുറാഞ്ചേരിയിൽ ബസും ടിപ്പർ ലോറിയും വാനും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്ക്. തിരുവില്ലാമലയിൽ നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസിൽ നിയന്ത്രണം വിട്ട ലോറി ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ ഡോക്ടർ RLV രാമകൃഷ്ണനെതിരെ ജാതി അധിക്ഷേപവുമായി കലാമണ്ഡലം സത്യഭാമ. രാമകൃഷ്ണന് കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നുമായിരുന്നു പരാമർശം. ഇരിഞ്ഞാലക്കുടയിൽ സ്വകാര്യ ബസ്സിനടിയിൽപ്പെട്ട് സൈക്കിൾ യാത്രികന് ദാരുണാന്ത്യം. അവിട്ടത്തൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന കറുകപ്പറമ്പിൽ വീട്ടിൽ 60 വയസ്സുള്ള ബാലനാണ് മരിച്ചത്. ഇദ്ദേഹം സഞ്ചരിച്ചിരുന്ന സൈക്കിൾ നിയന്ത്രണം വിട്ടു മറിയുകയും റോഡിൽ വീണ ബാലന്റെ തലയിലൂടെ ബസ് കയറിയിറങ്ങുകയുമായിരുന്നു. തൃശൂർ ചിമ്മിനി ഡാമിൽ ശേഷിക്കുന്നത് 23 ദിവസം കൂടി തുറന്നുവിടാനുള്ള വെള്ളം മാത്രം. ഡാമിന്റെ സംഭരണശേഷിയുടെ 17% വെള്ളം മാത്രമാണ് അവശേഷിക്കുന്നത്. റൂൾ കർവ് പ്രകാരം 43.39% വെള്ളം ഡാമിൽ ഉണ്ടാകേണ്ട സമയത്താണ് ഈ അവസ്ഥ. തീരത്തോട് ചേർന്ന് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ടിനെതിരെ കർശന നടപടിയെടുത്ത് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് അധികൃതർ. പറവൂർ കുഞ്ഞിത്തൈ സ്വദേശി നെടിയറ വീട്ടിൽ ശ്രീലാൽ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള മയിൽ വാഹനം എന്ന ബോട്ടാണ് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അധികൃതർ പിടിച്ചെടുത്തത്. റോഡരികിലെ വേസ്റ്റിന് തീ പിടിച്ചു. ദേശീയപാതയിൽ റോഡ് കാണാൻ കഴിയാത്ത വിധം പുകയായി. ചാലക്കുടി അഗ്നിരക്ഷാസേന എത്തി തീയണച്ചു. കൊരട്ടി ചിറങ്ങര ക്ഷേത്രത്തിന് സമീപം സർവീസ് റോഡിനോട് ചേർന്നാണ് വേസ്റ്റിന് തീ പിടിച്ചത്. തുടർന്ന് തീ റെയിൽവേ പാതയിലേക്ക് പടർന്നു പിടിച്ചിരുന്നു. ഗ്രാമപ്രദർശനത്തിലെ സവിശേഷാചാരമായ തൃപ്രയാർ തേവരുടെ ചാലുകുത്തൽ പൈനൂർ പാടത്ത് നടന്നു. മണ്ണ് ഭക്തർക്ക് പ്രസാദമായി നൽകി. ഇല്ലങ്ങളിലെ പൂരവും സമുദായ മഠം പറയും കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളുന്നതോടെ തേവരുടെ പടിഞ്ഞാറക്കരയിലെ ഗ്രാമപ്രദർശനത്തിന് സമാപനമാകും. കൊടുങ്ങല്ലൂർ ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അഭിഭാഷക സ്മൃതിയും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ജില്ലാ സെക്ഷൻസ് ജഡ്ജ് സെയ്ദ് അലവി ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ ഫാസ്റ്റ് ട്രാക്ക് പോക്സോ ജഡ്ജ് വിനിത അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്തു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.